ഭൂതങ്ങൾ എന്ന് കേട്ടപ്പോൾ നിങ്ങൾ പേടിച്ചു പോയോ? 5 ഭൂതങ്ങൾ ഒരുമിച്ച് ചേർന്നാൽ നമ്മൾ എന്ത് ചെയ്യും അല്ലേ? ഞാൻ ഭൂതപ്രേത പിശാചുക്കളെപ്പറ്റി പറയാൻ വന്നതല്ല. കഴിഞ്ഞ എപ്പിസോഡിൽ ദൈവങ്ങളെപ്പറ്റി പറഞ്ഞപ്പോൾ പഞ്ചഭൂതങ്ങളെ ചെറുതായി പരാമർശിച്ചിരുന്നു. അവ എന്തെന്ന് ലളിതമായി വിവരിക്കുന്നതാണ് ഈ വീഡിയോ. ഒരു വസ്തു അത് എന്തുമായിക്കൊള്ളട്ടെ, സചേതനമാകട്ടെ അചേതനമാകട്ടെ, ആ സൃഷ്ടിയുടെ ഘടകങ്ങൾ പഞ്ചഭൂതങ്ങളാണെന്ന് പണ്ടേ നാം കേൾക്കുന്നതാണ്. തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു എന്ന് നാം കേട്ടിട്ടുണ്ട് അല്ലേ? ചില സന്യാസിമാരും പണ്ഡിതരും അവരുടെ പ്രഭാഷണങ്ങളിലൂടെയും പുസ്തകങ്ങളിലൂടെയും പഞ്ചഭൂതങ്ങളെ വിശദീകരിച്ചിട്ടുണ്ട്. ബൃഹത്തായ ആ ആശയങ്ങൾ കാര്യമായി മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നു മാത്രവുമല്ല, പല സംശയങ്ങൾ ഉടലെടുക്കുകയും ചെയ്തു. മനസ്സിലായത് ഒരു കാര്യം മാത്രം: പഞ്ചഭൂതങ്ങൾ കൂടി ചേരുന്നത് സൃഷ്ടി, വേർപിരിയൽ മരണം. സൃഷ്ടിയുടെ രഹസ്യങ്ങൾ മനുഷ്യന് അറിയില്ല, അജ്ഞാതമാണ്, അജ്ഞേയവുമാണ്, അറിയേണ്ടാത്തതാണ്. എന്നാൽ ചിന്തിക്കുന്നവരെ തൃപ്തിപ്പെടുത്താൻ ഋഷികൾ ചിലത് പറഞ്ഞു വച്ചിട്ടുണ്ട്. പൃഥ്വ്യപ്തേജോ വായുവാകാശം. പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം, ഇവയാണ് ആ 5 ഭൂതങ്ങൾ. ഭൂതം എന്ന വാക്കിന് ഉണ്ടായത് എന്നേ അർത്ഥമുള്ളൂ. ഇനി ഓരോ വാക്കിൻ്റെയും അർത്ഥം പറയാം. പൃഥ്വി എന്നാൽ ഭൂമി, അപ്പ് എന്നാൽ ജലം, തേജസ് എന്നാൽ അഗ്നി, വായു കാറ്റാണ് എന്നറിയാം, ആകാശം എന്നത് വിശാലമായ പ്രപഞ്ച വിസ്തൃതി അത്രേ. ആദ്യത്തെ ഘടകത്തെപ്പറ്റി പറയട്ടെ. ഭൂമി. മനുഷ്യ നീ മണ്ണാകുന്നു എന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഭൂമി സൃഷ്ടിയുടെ അടിസ്ഥാന ഘടകമാണ്. ഭൂമി എന്നാൽ വെറും മണ്ണ് മാത്രമല്ല, ധാതുക്കളും ലോഹങ്ങളും ലവണങ്ങളും എല്ലാം അതിൽ ഉൾപ്പെടും. ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ഇവയെല്ലാം ആവശ്യമാണ്. സ്ഥിരതയും ഗുരുത്വാകർഷണവുമെല്ലാം ഭൂമിയുടെ സവിശേഷതകളാണ്. ഇനി ജലം. ഭൂമിയുടെ 2/3 ഭാഗം ജലമാണെന്നറിയാം. ശരീരത്തിൻ്റെ നിർമ്മിതിക്കും നിലനിൽപ്പിനും ജലം അത്യന്താപേക്ഷിതമാണ്. ശരീരത്തിലും ഭൂരിഭാഗം ജലമാണ്. ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാണ് ജലമുണ്ടാകുന്നതെന്ന് നാം പഠിച്ചിട്ടുണ്ട്. ജലം രക്തം, അമ്ലം എന്നീ രൂപങ്ങളിൽ ശരീരത്ത് സ്ഥിതി ചെയ്യുന്നു. ഇനി തേജസ് എന്താണെന്ന് പറയാം. അത് അഗ്നിയാണ്. ശരീരത്ത് ഊഷ്മാവിനെയും ഉന്മേഷത്തെയും നിലനിർത്തുന്നത് അഗ്നിയാണ്. നമ്മുടെ ശരീരത്തിലെ ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന രസങ്ങൾ മൂലം ദഹനം, രക്തസംക്രമണം മുതലായവ നിയന്ത്രിക്കുന്നത് അഗ്നിയാണ്. വായുവിനെ പറ്റി അറിയില്ലേ? കാറ്റ് അല്ലെങ്കിൽ വാതം. ചലനാത്മകത ഇതിൻ്റെ പ്രത്യേകതയാണ്. ശരീരത്തിൽ പലതരം വാതകങ്ങളുണ്ട്. ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ മുതലായവ ഉദാഹരണം. ഓക്സിജൻ പ്രാണവായുവാണെന്ന് നമുക്കറിയാം. അവസാനമാണ് ആകാശം എന്ന ഭൂതം. ഇത് മനസ്സിനെയും ബോധത്തെയും വിശാലതയെയും സൂചിപ്പിക്കുന്നു. പുരാണങ്ങൾ സൃഷ്ടിക്ക് ഒരു ദൈവത്തെ നിയോഗിച്ചിട്ടുണ്ട്. അതാണ് ബ്രഹ്മാവ്. അദ്ദേഹത്തെപ്പറ്റി വേറൊരു എപ്പിസോഡിൽ വിശദമായി പറയാം. ഈ പഞ്ചഭൂതങ്ങൾ ആകാശത്തിൽ കാണുന്ന ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിൽ ഭൂമിയുടെ ഉത്തരവാദിത്വം ശുക്രനും, ജലത്തിൻ്റേത് ചന്ദ്രനും, അഗ്നിയുടേത് ചൊവ്വയും, വായുവിൻ്റേത് ശനിയും, ആകാശത്തിൻ്റേത് രാഹുവും നിർവഹിക്കുന്നു. എന്നാൽ ജ്യോതിഷത്തിൽ ഭൂമിയുടെ കാരകത്വം ബുധനും, ജലത്തിൻ്റെ കാരകത്വം ശുക്രനും, തേജസ്സിൻ്റെ കാരകത്വം കുജനും, വായുവിൻ്റേത് ശനിയും, ആകാശത്തിൻ്റേത് വ്യാഴത്തിനുമാണ് നൽകിയിരിക്കുന്നത്. സൂര്യനെയും ചന്ദ്രനെയും ഒഴിവാക്കി. ഇനി ശരീരത്തിൽ യോഗ നിർദ്ദേശിക്കുന്ന ചില ചക്രങ്ങളുണ്ട്. അവയെ പരിഗണിക്കുമ്പോൾ ഭൂമി മൂലാധാര ചക്രവും, ജലം സ്വാധിഷ്ഠാന ചക്രവും,
അഗ്നി മണിപൂരക ചക്രവും, വായു അനാഹിത ചക്രവും, ആകാശം വിശുദ്ധി ചക്രവും ആകുന്നു. ശരീരത്തിലെ ഓരോ അവയവത്തെയും മേടം തുടങ്ങിയ രാശികൾ ഏറ്റെടുത്തിരിക്കുന്നു. മേടം തലയാണെങ്കിൽ മീനം കാൽപാദങ്ങൾ എന്ന രീതിയിലാണത്. സൃഷ്ടിയിൽ പഞ്ചഭൂതങ്ങൾക്കുണ്ടാകുന്ന അവസ്ഥാന്തരങ്ങൾക്കനുസരിച്ച് ഒരു വ്യക്തിയുടെ സ്വഭാവവും ബാഹ്യരൂപവും രൂപപ്പെടുന്നു. ഗ്രഹങ്ങളാകുന്ന ഭൂതങ്ങൾ നിൽക്കുന്ന രാശികൾ ഓരോ വ്യക്തിക്ക് നൽകുന്ന അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും. ജാതക പരിശോധനയിലൂടെ ഒരു ജ്യോതിഷന് ഒരു വ്യക്തിയുടെ ഭൂത വർത്തമാന ഭാവി കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയും. ഗ്രഹസ്ഥിതി ദോഷങ്ങൾ ഒരു പരിധിവരെ പ്രാർത്ഥനകളിലൂടെ ലഘൂകരിക്കാവുന്നതാണ്. ചെയ്യേണ്ട അനുഷ്ഠാനങ്ങൾ ജ്യോതിഷം നിർദ്ദേശിക്കും. രോഗങ്ങൾക്ക് ചികിത്സ ആവശ്യം തന്നെയാണ്. എൻ്റെ നാട്ടിൽ ഒരു വൈദ്യനുണ്ടായിരുന്നു. എന്തെങ്കിലും അസുഖമായി അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ചോദിക്കും, ഏതാ നക്ഷത്രം, എത്ര വയസ്സായി? നമ്മൾ ജന്മനക്ഷത്രവും വയസ്സും പറയുമ്പോൾ അദ്ദേഹം അല്പസമയം ചിന്തിച്ചു നിൽക്കും. എന്നിട്ട് പലതരം കഷായങ്ങൾ കൂട്ടിച്ചേർത്ത മരുന്ന് നൽകും. അത് കഴിച്ചാൽ പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കുമായിരുന്നു. പിൽക്കാലത്താണ് അത് മെഡിക്കൽ ആസ്ട്രോളജി ആണെന്ന് എനിക്ക് മനസ്സിലായത്. നക്ഷത്രവും വയസ്സും പറയുമ്പോൾ നമ്മൾ ഏത് ദശയിലും അപഹാരത്തിലുമാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കും. ഒപ്പം ഗ്രഹചാരത്തിൽ അസുഖം നൽകിയ ഗ്രഹത്തെ അദ്ദേഹം കാണുകയും ചെയ്യും. ആ ഗ്രഹദോഷ ശാന്തിക്കുള്ള കഷായമാണ് അദ്ദേഹം നൽകുക. ഇപ്പോൾ മനസ്സിലായില്ലേ, ഗ്രഹങ്ങളാകുന്ന പഞ്ചഭൂതങ്ങളാണ് സൃഷ്ടിക്ക് പിന്നിലെന്ന്. അവയെ മരുന്നിലൂടെയും പ്രാർത്ഥനയിലൂടെയും അനുകൂലമാക്കാൻ നമുക്ക് കഴിയും. പഞ്ചഭൂതങ്ങളെ യഥാവിധി സംയോജനം ചെയ്യുന്നത് പ്രപഞ്ചമാണ്. മനുഷ്യനതിൽ ഇടപെടാൻ അവകാശമില്ല. മനുഷ്യനും ജീവജാലങ്ങളും ഇതിനുള്ള ഉപകരണം മാത്രമാണ്. പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും സൃഷ്ടി ആവശ്യമാണ്. അത് അനവരതം തുടർന്നുകൊണ്ടിരിക്കും. ഋഷികൾ പറഞ്ഞു തന്ന അറിവുകൾ സൂക്ഷിച്ചു വയ്ക്കുക. പ്രപഞ്ചവും ജീവജാലങ്ങളും അനശ്വരമല്ല. എല്ലാം പഞ്ചഭൂത സൃഷ്ടമാണ്. ഒരിക്കൽ എല്ലാം വേർപിരിയും. മരണം പ്രപഞ്ചത്തിനും അനിവാര്യമാണ്. എവിടെ നിന്ന് ആരംഭിച്ചുവോ അവിടേക്ക് തന്നെ എല്ലാം മടങ്ങിപ്പോകും. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചുവടെ കമൻ്റായി രേഖപ്പെടുത്തുക.